ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നലെ കടയിൽ പോയപ്പോഴും സവാളയും പച്ചമുളകൊക്കെ വേണമായിരുന്നേ. ഞങ്ങൾ തിങ്കളാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ശനിയാഴ്ച വൈകിട്ട് വാങ്ങിച്ചു. ഞായറാഴ്ച ഇങ്ങോട്ട് ഇറങ്ങണ്ടല്ലോ, പിള്ളേരായിട്ട് വീട്ടിലിരിക്കാമെന്ന് വെക്കും. അങ്ങനെ സാധനം എടുത്തുകൊണ്ട് ചെന്നപ്പോൾ മുതൽ കപ്പക്കിഴങ്ങ് ഇരുന്ന് കണ്ണ് കാണിക്കുന്നുണ്ട്. എന്നാ വിചാരിച്ച് നാളത്തേക്ക് കപ്പക്കിഴങ്ങ് വാങ്ങിക്കാം. എന്നും ചീനിയാണ് വാങ്ങിക്കുന്നത്. എന്നൊന്നും ചീനിയാകുമ്പോൾ രസമില്ല. അതായത് കപ്പക്കിഴങ്ങ്, എനിക്ക് പണ്ടേ കപ്പക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞായറാഴ്ചത്തെ ഉച്ചമയക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ഉണ്ട് വല്ലാത്തൊരു വിശപ്പിൻ്റെ വിളി. വേറൊന്നുമല്ല, ഇന്നലെ വാങ്ങിച്ച കപ്പക്കിഴങ്ങിൻ്റെയാണ്. അങ്ങനെ അതെല്ലാം ചുരണ്ടി വൃത്തിയാക്കിയെടുത്ത്. നേരത്തെ ഒന്നും ഞങ്ങളിങ്ങനെ ചുരണ്ടി വൃത്തിയാക്കും എങ്ങനെ ചുരണ്ട തോന്നില്ലായിരുന്നു. കാരണം തൊലിയോടിട്ടും പുഴുങ്ങത്തുള്ളായിരുന്നു. കഴുകി തൊലിയോടിട്ടും പുഴുങ്ങും. അപ്പം തൊലി ഇരിച്ച് കളഞ്ഞിട്ടും കഴിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ പിള്ളേരൊന്നും മെനക്കെടുത്തൊന്നും ഇല്ലെന്നും. പിള്ളേർക്കെല്ലാം പെട്ടെന്നുള്ള പണി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഓണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഊഞ്ഞാൽ ഇതുവരെ അയച്ചിട്ടില്ല. 28 ഓണം കഴിഞ്ഞ് ഊഞ്ഞാലായിരിക്കത്തുള്ളൂ. ഞങ്ങൾ ചെറിയ സാധനത്തിന് എപ്പോഴും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കണം. അവൻ്റെ കാലെത്താത്തതുകൊണ്ട് ഒരാൾക്ക് വല്ലാത്തൊരു പണിയായിരിക്കും. എപ്പോഴും ഒരാൾ കൂടെ വേണം ആട്ടാനും. അപ്പം മൂത്താളുണ്ടെങ്കിൽ അവനെ ആട്ടിക്കോളും. എന്നാൽ എങ്ങനെയാണ് അത് പുഴുങ്ങുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കും. എന്നിട്ട് ഞങ്ങളെ ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് വെച്ച് ഇത് ആവി കയറ്റി പുഴുങ്ങുന്നത്. എപ്പോൾ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടോ അന്നെല്ലാം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. വെന്ത് അളിഞ്ഞ് ബുളുബുളയാവും. എന്താ അടപ്പത്തോട്ട് വെച്ച് ചമ്മന്തി എങ്ങനെ അരയ്ക്കുന്നതെന്ന് നോക്കാം. ഉള്ളിയെല്ലാം പൊളിച്ച് ഞാൻ ഏറെ ഉള്ളി ഇടുവേ, എന്തെങ്കിലും ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ. കുറച്ച് ഉള്ളി എടുത്ത് പിന്നെ 2-3 പച്ചമുളകും എടുത്ത് ഇച്ചിരി പിഴുപുളി എടുത്ത് ഇച്ചിരി ഉപ്പും എടുത്ത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കും. ഒരുപാട് അരയത്തുമില്ല എന്നാൽ ചതഞ്ഞിരിക്കത്തുമില്ല, ഒരുവിധമായിട്ടെടുക്കും. എന്നിട്ട് ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വെളിച്ചെണ്ണ ഒഴിക്കും. അത് ഇളക്കിയെടുത്ത് കപ്പക്കിഴങ്ങായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചമ്മന്തി അരച്ച് വെച്ചിട്ട് കേശുവിനെ മേലെ ഇരിക്കാൻ പോയി. കേശുവിനെ മേലെ കഴിച്ച് ഞാനും മേലെ കഴിയിട്ട് വന്നപ്പോഴത്തേക്ക് കപ്പക്കിഴങ്ങ് സെറ്റായി. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കട്ടനും കൂടെ ഇട്ട് അങ്ങനെ കട്ടനും ഇട്ട് ചമ്മന്തിയും കപ്പക്കിഴങ്ങും നല്ല ടേസ്റ്റ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ രാജേഷണം വരാൻ താമസിച്ചുകൊണ്ട് ഞാൻ ഒരു പീസ് എടുത്തുനിന്ന് കഴിച്ച് നോക്കി. അമ്മയച്ഛനും നാമം ചെല്ലുമായിരുന്നു. അങ്ങനെ കഴിച്ചും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ.